എങ്ങനെയാണ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഡോക്ടറിന് തോന്നാൻ കാരണം? ആക്ച്വലി ഞാൻ ഇതിലേക്ക് വന്നത് മകനിലൂടെയാണ്. എൻ്റെ മകൻ എൻ്റെ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ് ആള്. എൻ്റെ പാത തന്നെ ഫോളോ ചെയ്തിട്ട് പുള്ളി ഇപ്പോൾ ഒരു 3rd ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. അദ്ദേഹം 1-2 ഓഡീഷനിൽ പോയിരുന്നു. അപ്പം ആ ഓഡീഷനിലൊക്കെ പോകുന്നതൊക്കെ പുള്ളി സെലക്റ്റഡ് ആയി. അപ്പം അങ്ങനെ ഒരു പ്രോജക്റ്റിൽ ഓണായി പുള്ളി അതിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. പക്ഷെ അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് പുള്ളിക്ക് ഉണ്ടെന്നുള്ള എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാര്യം ഞാൻ ഒരാളേക്ക് ഷെയർ ചെയ്യും. അദ്ദേഹം ഈ VM അനിലിന്റെ സുഹൃത്താവുകയും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ VM അനിൽ ഇങ്ങനെ ഒരു കഥയായിട്ട് ഒരു പ്രൊഡ്യൂസറെ നോക്കി നടക്കുന്നുണ്ട്, അപ്പോൾ ഡോക്ടർക്ക് താല്പര്യമുണ്ടോ ഒന്ന് ഞാൻ മുട്ടിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു 1 ലൈൻ പറഞ്ഞപ്പോൾ എനിക്ക് അതിൽ എന്തൊക്കെയോ എനിക്ക് താല്പര്യം തോന്നി, ഈ കഥയിൽ താല്പര്യം തോന്നി. അങ്ങനെ ഇത് ഓണാവുകയാണ് ചെയ്തത്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ സംഭവിച്ചതാണ്. പല രീതിയിലാണ് സിനിമയിലേക്ക് വരുന്നത്. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അവന് സിനിമയിൽ ചാൻസ് ചോദിച്ച് ചെന്ന് അങ്ങനെ നിന്നപ്പോൾ അവിടെ പ്രൊഡക്ഷനിൽ ഫുഡ് കൊടുത്തില്ല. അവനാകെ ദേഷ്യം കയറിയിട്ട് പിന്നെ അവൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയും ഒരു വാശിക്ക് കൃത്യമായിട്ട് ഫുഡ് കൊടുത്തായിരുന്നെങ്കിൽ ഒരു ഭക്ഷണം വരുത്തി വെക്കണ വിനി പ്രൊഡക്ഷനിൽ നിന്ന് ഫുഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായി വന്നൊരുത്തനുണ്ട്. എനിക്ക് വളരെ അടുത്ത ഒരാളാണ്. അയാൾ പിന്നെ ചെറിയ കേസിലേക്ക് പെട്ട പേര് പറയാത്തത്. ഇപ്പൊ ഫുഡ് ഉണ്ടോ? അത് പ്രൊഡക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? അമേരിക്കയിലൊക്കെ പോയി ഉണ്ടാക്കിയ കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സിനിമയിലൂടെ കുറെ പോയി. പറഞ്ഞത് വാശിക്ക് സിനിമ എടുക്കുക എന്നല്ല, നമ്മള് ഒരു നല്ല പ്രൊജക്റ്റിലേക്ക് വീഴുക എന്ന് പറഞ്ഞാല് അത് അതിന്റെ കഥ, ഏത് ആരാ ചെയ്യുന്നത്, ആരൊക്കെ അഭിനയിക്കുന്നത്, എന്താണ് അതിൻ്റെ ഒരു കണ്ടന്റ്, അങ്ങനെ നോക്കിയിട്ടുണ്ട്. വാശിക്ക് എനിക്ക് ചോറ് വന്നില്ല എന്ന് പറഞ്ഞിട്ട് സിനിമ എടുക്കുക നല്ല രീതിയിൽ. അത് ഈ പറഞ്ഞ പോലെ VM ബിനുവിന്റെ അനിയൻ എടുക്കുമ്പോൾ അതിനൊരു കാമ്പുണ്ടാവും, അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. അവരുടെ അനിയൻ എന്ന് പറയുമ്പോൾ ഇവർ ടച്ച് ആണല്ലോ സിനിമ. അതൊരു ആ ഒരു പെഡിഗ്രി നമ്മള് റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഡോക്ടർ അതിലേക്ക് പോയത്. ഫെയിമിന്റെ ആളുടെ അസിസ്റ്റന്റ് ആയിരുന്നല്ലോ ഈ കുറെ കാലം. അദ്ദേഹത്തിന്റെ സഹചാരിയായിരുന്നു. അതാണ് ഞാനും പറയാൻ വന്നത്. അല്ല, മോറോവർ ഞാനത് സ്ക്രിപ്റ്റ് നന്നായിട്ട് പഠിച്ചു, അതിൽ റീവർക്ക് ചെയ്തു. അതുകൊണ്ടാണല്ലോ എന്റെ പേര് ക്രിയേറ്റീവ് സ്ക്രിപ്റ്റ് റൈറ്ററിലുള്ളത്. അപ്പൊ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ സ്ക്രിപ്റ്റിൽ നന്നായിട്ട് വർക്ക് ചെയ്തു. ഞങ്ങളൊരു 6 വീശ അതങ്ങനെ വന്നു പോയതാണ്, അല്ലാതെ ഇതിന് മെയിൻ്റനൻസ് ഒന്നുമില്ല. ഇത് ഗിവൺ ബൈ ഗോഡ്. ചേട്ടൻ എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണത്? സാറിന് ഡോക്ടറെ നല്ല കാശ് ഉണ്ടായിരുന്നു, നല്ല ഡൈ മേടിച്ച് വരട്ടാം. ഇതും അത് ഏകദേശം ഈക്വൽ അല്ലേ? വലിയ വ്യത്യാസം ഒന്നുമില്ലല്ലോ. പിന്നെന്താ മെയിൻറ്റെയിൻ ചെയ്യുന്ന ചോദിക്കുന്നത്? ഏകദേശം ഈക്വലോ? എന്റെ മെയിൻറ്റെയിൻ ചെയ്യലോ ഞങ്ങളുടെ പ്രൊഡ്യൂസറാ. അപ്പൊ അത് പുതിയൊരു പടം കൂടെ പ്ലാൻ ചെയ്ത് വെച്ചേക്കാം അല്ലേ? എന്തായാലും ഈ ഒരു സബ്ജക്ട് വളയം PC എന്ന് പറഞ്ഞ ഒരു പോലീസ് സബ്ജക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു, അതിന്റെ പേര് കൊണ്ടാണ്, ടൈറ്റിൽ കൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. എന്തുവാകട്ടെ, എനിക്ക് പ്രൊഡ്യൂസർക്ക് 2 പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാറുണ്ട്. ഒന്നുമല്ല, ഈ സിനിമയ്ക്ക് ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ടല്ലേ? ഉണ്ട്.